കണ്ടില്ല. ഒരു സ്വീഡിഷ് ലൈഫ് സ്റ്റൈൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. സ്വീഡ്സ് ആർ റിയലി ഇൻ ടു ഫിറ്റ്നസ്. അതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ പുറത്ത് പോവാണ് കേട്ടോ. സോ പുറത്ത് പോകുന്നതിന് മുന്നേ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടുത്തെ സ്വീറ്റ്സ് മിക്കവാറും എഗ്സൊക്കെയാണ് രാവിലെ കഴിക്കുന്നത്. സോ ഒരു സ്വീഡിഷ് ബ്രേക്ക്ഫാസ്റ്റ്, ബോയിൽഡ് എഗ്സ്. ഹലോ, അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിപ്പം ഒരു ത്രിഫ്റ്റ് സ്റ്റോറിൽ പോവാണ് കേട്ടോ. സ്വീഡനിൽ ഈ ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമൺ ആണ് ഇവിടെ. ഇറ്റ്സ് എ വെരി നോർമൽ തിങ് ടു ബൈ യുവർ സ്റ്റഫ് ഫ്രം ത്രിഫ്റ്റ് സ്റ്റോഴ്സ്. നമ്മുടെ ക്ലോത്ത്സ് ആണെങ്കിലും ഫേർണിച്ചർ ആണെങ്കിലും ഒരുപാട് ത്രിഫ്റ്റ് സ്റ്റോഴ്സ് ഉണ്ട് ഇവിടെ. സോ ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഇന്ന് ആക്ച്വലി വെതറിൽ ഭയങ്കര നല്ല വെതറാന്നൊക്കെ കാണിച്ചത് കേട്ടോ. പക്ഷേ ഇറ്റ്സ് എ ടിപ്പിക്കൽ ഗോതൻബർഗ് വെതർ. നല്ല തണുപ്പ്, വെയിലുണ്ട്, പക്ഷെ തണുപ്പുണ്ട്, കാറ്റുണ്ട്. അങ്ങനത്തെ ഒരു വെതറാണ്. സംഭവിക്കാന്നുള്ള രീതിയിലാണ് വെതർ നിൽക്കുന്നത്. പണ്ട് ഞാൻ ഇപ്പം മഴ പെയ്യുന്ന വരെ തോന്നും. ഞാൻ വളരെ കുറച്ച് സ്വീറ്റ്സിനെ നേരിട്ട് പരിചയപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അവരെല്ലാവരും ഭയങ്കര എൻവയൺമെൻറ്റ് കോൺഷ്യസ് ആയിരുന്നു കേട്ടോ. ആൻഡ് ദേ പ്രിഫർ ടു ടേക്ക് ദി പബ്ലിക് ട്രാൻസ്പോർട്ട്. ഇവിടുത്തെ ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വെറൈറ്റി സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇക്കയിലൊക്കെ പോയാൽ ഒരേപോലത്തെ സാധനം എപ്പോഴും ഇരിക്കണ പോലെ തോന്നും. പക്ഷേ ഇവിടെ ഓരോ ആൾക്കാർ എവിടെന്നെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന ക്യൂട്ട് സാധനങ്ങൾ കിട്ടും കേട്ടോ. ആൻഡ് ദെൻ വി വാക്ക് ബാക്ക് ഹോം ബിക്കോസ് സ്വീറ്റ്സ് പ്രിഫർ ടു വാക്ക് ഓർ സൈക്കിൾ. ആൻഡ് നമ്മൾ ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് മേടിച്ച ഒരു മിററാണ് കേട്ടോ. ബാക്കി സാധനങ്ങൾ ഞാൻ വീട്ടിൽ പോയി കാണിക്കാം. മീറ്റ് ബോൾസ് ഉണ്ട്, സ്നിറ്റ്സലുണ്ട്, പൊട്ടറ്റോസ്. ഹെം ഷോപ്പിൽ ഈ വോം ബുഫേ കൗണ്ടർ ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇവിടെ വന്ന് എടുക്കുന്നത്. പക്ഷേ വി പ്രിഫർ ടു ടേക്ക് ദി കോൾഡ് സാലഡ്. അപ്പോൾ ഇന്ന് ഈ വോം ബുഫേ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷോർട്ട് പിള്ളാരും മാഷ് പൊട്ടറ്റോസും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പോയത് മീൻ മേടിക്കാനാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സിൽ, അല്ലെങ്കിൽ നമ്മുടെ മത്തിയുടെയൊക്കെ ഒരു കസിനായിട്ട് വരും. നമ്മുടെ സ്വീഡൻ്റെ എന്താണ് മീറ്റ് ബോൾസും മാഷ് പൊട്ടറ്റോസും. ഓക്കെ, അടിപൊളി. വേറെ ബുഹയ്ക്കൊന്നും പോയത് നന്നായി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ സോസേജിന്റെ എന്താണ് തോന്നുന്നു. അത് സോസേജ് തന്നെ, കണ്ടിട്ട് സോസേജ് തന്നെ. ചിക്കൻ ആണോ ടൊമാറ്റോ സോസിലുള്ളതാന്ന് തോന്നുന്നു. മീറ്റ് എന്താന്ന് എനിക്ക് മനസ്സിലാവില്ല. അവിടെ എഴുതിയെന്ന് ഞാൻ വായിച്ചില്ല. കുറച്ച് എടുക്കണ്ടായിരുന്നു, അവിടെ വെച്ച് കുറേ ഉണ്ടോ അല്ലേ. ഇത് പക്ക പോർക്ക് തന്നെയാന്ന് തോന്നുന്നു അല്ലേ. ഇത് എടുക്കാൻ കുറച്ച് പാടാണ്. പെട്ടെന്ന് ഇത് പോർക്കാണ്. ഇത് പക്ക പോർക്ക്. പക്ഷെ എല്ലാം കൊള്ളാം കേട്ടോ. സിമ്പിൾ സാധനമാണെങ്കിലും ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഇത് ഫിഷാണ്. I think this is fish. ഞാൻ ഇത് സ്നിറ്റ്സലല്ലേ, സ്നിറ്റ്സലാണോ ഫിഷാണോ ഒരു ഫിഷ് നോക്കട്ടെ. കൊള്ളാം. ഹെം ഷോപ്പിൽ നിന്ന് മേടിച്ച ഒരു ഫുഡിന്റെ ഒരു സാധനത്തിന് നല്ലൊരു സ്വീഡിഷ് റെസ്റ്റോറന്റിൽ പോയി കഴിക്കുന്ന പോലെ ഉണ്ട്. സ്വീഡിഷ് ഡിഷിന് അതേ ഒരു ടേസ്റ്റ് തന്നെ, വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ സ്വീഡിഷ് ലഞ്ച് വിത്ത് ആൽക്കഹോൾ ഫ്രീ വൈൻ. റെഡ് വൈൻ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇയാൾക്ക് എല്ലാം അടിപൊളിയാണ്, എല്ലാം ഒന്നിനൊന്ന് ബെറ്ററാ. ഞാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൊട്ടറ്റോ ആണെന്ന് വേണേ പറയാം.
പൊട്ടറ്റോ ഞാൻ കഴിച്ചില്ല. പിന്നെ ഈ പോർക്കിന്റെ ഇത് മീറ്റ് ബോൾസ് അല്ല, ഈ പോർക്കിന്റെ ഈ സാധനം ക്രീമിൽ കിടക്കുന്ന പോർക്ക്, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയും. ബാക്കി എല്ലാം കൊള്ളാം. ഇനിയും പോയി എടുക്കാൻ തോന്നുന്നുണ്ട്. എൻകറേജിങ്. ചിലതൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒറ്റ കഴിക്കത്തുള്ളൂ, പിന്നെ പോകാൻ തോന്നുന്നില്ല. പക്ഷെ ഇത് വീണ്ടും പോകാൻ തോന്നുന്നു. നല്ല ടേസ്റ്റ്. ഞാൻ നിങ്ങൾ മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാമേ. ഇത് ഒരു കപ്പാണ് കേട്ടോ, ഒരു ക്രിസ്മസി വൈബുള്ള ഒരു റെഡ് കപ്പ്. നല്ല രസമില്ലേ, ഒരു ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രസം ഉള്ള ഒരു കപ്പ്. പിന്നെ ഇത് ഒരു ഫ്ലവർ വേസ്. പിന്നെ ഇത് ഒരു നമ്മുടെ കുക്കി ജാറൊക്കെ പോലെ ഉള്ളൊരു സാധനം. ഓക്കെ, ഒരു ടിന്നിന്റെ നല്ല രസമുണ്ട്. പിന്നെ അതെന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. പിന്നെ അത്രയാണോ ഇന്ന് മേടിച്ച സാധനങ്ങൾ. ഞാൻ ഈ അടുത്ത് കണ്ട ഒരു സ്വീഡിഷ് ലേഡി പറഞ്ഞതാണ് മോസ്റ്റ്ലി അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ യോഗർട്ടും മ്യൂസ്ലിയാണ്. സോ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് യോഗർട്ട് ആൻഡ് മ്യൂസ്ലി കഴിക്കാൻ പറ്റിയില്ല. സോ അതിന് പകരം സ്നാക്കായിട്ട് ഐ എം ഹാവിങ് സം യോഗർട്ട്, ബെറീസ് ആൻഡ് മ്യൂസ്ലി. നമ്മുടെ സ്വീഡിഷ് ഡേയുടെ ഡിന്നറിന് നമ്മൾ ഉച്ചയ്ക്ക് മേടിച്ച് സില്ലൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്, നമ്മുടെ കേരള സ്റ്റൈലിൽ. പിന്നെ അതിൻ്റെ കൂടെ ബ്രെഡും ദോശയും കഴിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ ഡിന്നർ. നമ്മുടെ ഈ സില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തിയില്ലേ, അതിൻ്റെയൊക്കെ ഒരു കസിനായിട്ട് വരും. ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഈ സില്ലെന്ന് പറയുന്നത്. ഇവിടുത്തെ സ്വീറ്റ്സ് നോർമലി അത് പിക്കിളൊക്കെ ചെയ്തിട്ടാണ് സില്ല് കഴിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് ഫ്രഷ് സില്ല് കിട്ടിയത് നമുക്ക്, അപ്പോൾ അതിനെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ. ദോശ, റാഗി ദോശ, പിന്നെ കുറച്ച് പയർ വേവിച്ചത്, നമ്മുടെ സിൽ ഫ്രൈ ആൻഡ് സോർക്രോ. സോർക്രോ നമ്മുടെ വിറ്റമിൻസ്, നമ്മുടെ ഗട്ട് ബയോമിനൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. എങ്ങനെയുണ്ട് സിൽ ഫ്രൈ? ഒരു രക്ഷയില്ല. സീരിയസ് ആയിട്ട് വീട്ടിൽ വറുത്തവരുണ്ട്. ആ, മത്തിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. മത്തിയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. മറ്റേ അത്രയും വരില്ല, എങ്കിലും അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. കുറച്ച് ചമ്മന്തിയും ചോറും കുറച്ച് ഉരുളക്കിഴങ്ങ് വഴിക്കൊക്കെ കിട്ടിയ അടിപൊളിയായിട്ട് പൊതിച്ചോറ് കഴിക്കും. ഫ്രൈഡ് സിൽ ശരിക്കും കൊള്ളാം കേട്ടോ. നല്ല ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നല്ലോണം എണ്ണയൊക്കെ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട്, കുരുമുളകും പൊടി, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്, ഇതൊക്കെ കൂടിയിട്ട് കഴിച്ചിട്ട് വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അടിപൊളിയാണ് കേട്ടോ. നല്ല ഫ്രൈ മുരിഞ്ഞെടുത്താൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ സ്വീഡിഷ് ഇൻസ്പയർഡ് ദിവസം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ടാറ്റാ.